എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് കേട്ടോ. അപ്പം നമ്മളുടെ കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം, നമ്മൾ തൃശ്ശിലേരി പോയത് കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരുന്നു. തൃശ്ശിലേരിയിൽ നിന്ന് നേരെ നമ്മൾ തിരുനെല്ലിയിലേക്കാണ് പോകുന്നത് കേട്ടോ. പോകുന്ന പാതയൊക്കെ കാനനപാതയാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലം കൂടി കേട്ടോ. തൃശ്ശിലേരിക്കുള്ളൊരു യാത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സും കണ്ണും നമുക്കുണ്ടാവുന്ന ടെൻഷനും എല്ലാം ഒന്ന് മാറിക്കിട്ടുന്ന ഒരവസ്ഥയാണ്. അത്രയും ബ്യൂട്ടിയായ ഒരു പ്രകൃതിയിലൂടെയാണ് നമ്മൾ തൃശ്ശിലേരിയിൽ നിന്ന് തിരുനെല്ലിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് കേട്ടോ. ഫോറസ്റ്റുകൾ ഞാൻ ഒരുവിധമൊക്കെ എടുത്തിട്ടുണ്ട്. കാണുന്നവർക്കൊരു എന്താ പറയുക, മാനസികമായിട്ടൊരു പോസിറ്റീവും ഒരു കാഴ്ചയ്ക്ക് ഒരു രസമൊക്കെ തോന്നട്ടെ എന്ന് ഓർത്തിട്ടാട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾ ഇതിലൂടെയുള്ള പണ്ടൊക്കെ പോയവർക്ക് അറിയാം, പിന്നീട് പോകാൻ പറ്റാത്തവർക്കും എൻ്റെ വീഡിയോ കാണുമ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷമായിരിക്കും ചിലപ്പോൾ ഇതിലൂടെയുള്ള യാത്ര, ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ കേട്ടോ. വളരെ മനോഹരമായ ഇതാണ്. ഈ പോകുന്ന പോക്കിലൊക്കെ നമുക്ക് മയിലിനെയും ആനേനെയും ഒക്കെ കാണാൻ കഴിയുമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ പ്രാവശ്യം പോകുമ്പോൾ ഒന്നിനെയും കണ്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ക്ലിയറായിട്ട്. ഓൾറെഡി ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇതവിടെ കാറിൻ്റെ ബേക്കിലൊരാൾ കിടന്നുറങ്ങുന്നു, മുൻസീറ്റിൽ 2 പേര് കിടന്നുറങ്ങുന്നുണ്ട്. ഇവിടെ പോലീസ് ചെക്കിംഗ് ആണെന്നാണ് ആലോചിച്ചത്. പക്ഷേ ഭക്തരുടെ തിരക്ക് കൊണ്ട് തിരുനെല്ലിയിൽ ഭക്തരുടെ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത്. അപ്പോൾ വണ്ടി തിരിച്ചു വിടുന്ന ഇതാട്ടോ. അത് നേരിട്ട് പോകാൻ പറ്റൂല, അവിടെ വണ്ടി വയ്ക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് കിലോമീറ്ററോളം നടന്നു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ചു പോവുക. അപ്പോൾ ആനപ്പിണ്ട് അതാ റോഡിൽ ഞങ്ങൾ കണ്ടു. വേറെ ഒന്നും ഞങ്ങൾ കണ്ടില്ല. നെട്ര വഴി കേട്ടോ പോകുന്നത്. നെട്ര എന്ന് പറയുന്നത് കേട്ടിട്ടേ ഉണ്ടായുള്ളൂ. ഒരിക്കലും അവിടെ സന്ദർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ യാദൃശ്ചികമായിട്ടായിരുന്നു പോലീസുകാർ വഴി തിരിച്ച് നെട്ര വഴി തിരുനെല്ലിയിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോകുന്നത്. നെട്രയുടെ ഒരു സൈഡിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും വളരെ മനോഹരമായ ഒരു താഴ്വരയാണ് നെട്ര കേട്ടോ. പശ്ചിമഘട്ട മലനിരകളുടെ ഒരു താഴ്വാരത്താണ് നെട്ര സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളിത് പിന്നീടുള്ള യാത്ര കുറച്ച് കട്ടർ കൂടിയായിരുന്നു. കുറേ കിലോമീറ്ററുകൾ ഇവിടെ വെച്ചിട്ട് തന്നെ വണ്ടികളുടെ തിരക്ക്, ഭക്തർ എത്തിയതും വണ്ടികൾ റോഡ് സൈഡിൽ നിർത്തിയതിൻ്റെയൊക്കെ തിരക്കുകൾ ഞങ്ങൾക്ക് ദൂരെ നിന്ന് തന്നെ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ഞങ്ങൾക്ക് ഒരു ചെറിയ പാർക്കിങ്ങിൽ വണ്ടി ഒതുക്കാൻ കഴിഞ്ഞു. അതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത്രയും നല്ല തിരക്കാണ്. നമ്മുടെ ചക്കരയും രമ്യയും പിന്നെ മോളെല്ലാം കൂടിയും അമ്പലത്തിലേക്ക് നടന്നു പോകുക കേട്ടോ. ഞങ്ങൾ കിഴക്കേ നടവഴിയായിരുന്നു നമുക്ക് അമ്പലത്തിലേക്ക്, ശ്രീകോവിലിലേക്ക് ചെല്ലാനുള്ള ഇത് വഴി തന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള യാത്ര തുടർന്നു. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തിരക്ക് ഞാൻ തിരുനെല്ലി കണ്ടിട്ടില്ല. ഞാനും വളരെ അപൂർവമായിട്ടാണ് പോകുന്നത്. വളരെ ശാന്തമായ ഒരു സ്ഥലം കൂടിയാണ്. ഹിന്ദു വിശ്വാസികൾക്ക് ബലിയിടുന്ന ഒരു സ്ഥലം, വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടി കേട്ടോ. ഈ സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് ഞങ്ങൾ പിന്നെ കിഴക്കേ നടയിൽ നിന്നിട്ട് ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തുന്നത് കേട്ടോ. ഭയങ്കര തിരക്കും കാര്യം. ഞാൻ ആദ്യമായിട്ടാണ് ഈ കിഴക്കേ നടയിൽ കൂടെ പിന്നെ തിരുനെല്ലിയിലേക്ക് ദർശനത്തിന് കയറുന്നത്. പിന്നെ അവിടെ നിന്ന് വലിയ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക്. അതൊരു വലിയ ഭാഗ്യമാണ്. കുറേ ഭക്തരുണ്ട്. കൊട്ടിയൂരിൽ നിന്നും എത്തുന്ന കർണാടകക്കാർ കംപ്ലീറ്റ് തിരുനെല്ലിയും കൂടി സന്ദർശിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ ശ്രീകോവിലിൻ്റെ ഉള്ളിലോട്ട് കയറി. അവിടെയും ഈ പറയുന്ന പോലെ ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നീട് ശ്രീകോവിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവർ. രമ്യ എന്നെ എന്തോ ട്രോള് ചെയ്തിട്ട് ചിരിക്കുന്നതാട്ടോ ഇത്. ആ ചിരിയിൽ ലച്ചുവും കൂടി പങ്കെടുക്കുന്നതാണ് കാണുന്നത്. മനോഹരമായൊരു ചിരി നമുക്ക് അവിടെ കിട്ടിയിരുന്നു ലച്ചുവിൻ്റെ കേട്ടോ. പിന്നീട് ഞാനിങ്ങനെ ഓരോ ദൃശ്യങ്ങളൊക്കെ എടുക്കുകയും കാര്യങ്ങളിലേക്കും പോകുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ എന്താ പറയുക, പണ്ടത്തെ കൽമണ്ഡപമാണ് ഇത്. ഇതൊക്കെ പിടിഞ്ഞു പൊളിഞ്ഞു പോയി. അമ്പലം പുതുക്കി പണിയുന്ന ഒരു നവീകരണത്തിലുള്ളത്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ എൻ്റെ മോൻ്റെ അതേ രൂപസാദൃശ്യമുള്ളൊരു കുഞ്ഞുമോനെ ഞാൻ കണ്ടു. ഞെട്ടിപ്പോയി ഞാൻ അവിടെ വെച്ച് അവനെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ മോനെ ഞാൻ കണ്ടു. അപ്പം ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോൻ്റെ അതേ രൂപം തന്നെയായിരുന്നു അവനും ഉണ്ടായത്. ശരിക്കും ഈ വഴി പോകുമ്പോഴാണ് തിരുനെല്ലിയിൽ ബലിയിടുന്ന പാപനാശിനിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് കേട്ടോ. പക്ഷേ ഞങ്ങൾ പാപനാശിനിയിലേക്ക് പോയില്ല. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യം ശരിക്കും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ. നല്ല ഒരുപാട് ഐതിഹ്യം ഉറങ്ങുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇവിടെ. പശ്ചിമഘട്ട മലനിരകളുടെ സ്ഥലത്താണ് ഈ തിരുനെല്ലി ക്ഷേത്രവും ഒത്ത ഫോറസ്റ്റിന് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ.
ഇവിടെ ഒരു ഐതിഹ്യം എഴുതി വെച്ചത് കേട്ടോ, കരിങ്കൽപ്പാത്തിൻ്റെ ഐതിഹ്യമാണ്. ഇവിടെ ഒരു മലയിൽ നിന്ന് കരിങ്കൽപ്പാത്തി വരുന്നത് നമുക്ക് കാണാം. ഇത് ചിറക്കൽ രാജാവിൻ്റെ പത്നി വാരിക്കൽ നായനാർ കുടുംബത്തിലെ അംഗമായ വാരിക്ക തമ്പുരാട്ടി ക്ഷേത്ര ദർശനത്തിനെത്തുകയും ഭഗവത് ദർശനത്തിന് ശേഷം ദാഹശമനത്തിനായി അല്പം വെള്ളം ചോദിച്ചപ്പോൾ പാപനാശിനിയിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതിനുള്ള വിഷമം ശാന്തിക്കാരൻ വിശദമായി തമ്പുരാട്ടിയോട് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ അമ്പലത്തിലേക്ക് വെള്ളം എത്തിച്ചതിന് ശേഷം മാത്രമേ ജലപാനം ചെയ്യുകയുള്ളൂ എന്ന് തമ്പുരാട്ടി പ്രതിജ്ഞയെടുത്ത് അങ്ങനെ എത്തിച്ചതാണ് കരിങ്കൽപ്പാത്തി കേട്ടോ. ഈ മലയിൽ നിന്ന് വെള്ളം എത്തിച്ച് ഭഗവാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കൂടുതൽ അറിയില്ല കേട്ടോ. പിന്നീട് ഇവിടെ അമ്പലത്തിൻ്റെ നവീകരണവും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഇതിൻ്റെ പണികളെല്ലാം വളരെ ഗംഭീരമായിട്ടാണ് നടക്കുന്നത്. ഇതിൻ്റെ ഫുൾ പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ക്ഷേത്രത്തിൽ സൗജന്യ ഭക്ഷണം വിതരണം ചെയ്യുന്ന കാര്യം ഞങ്ങൾ അറിയുന്നത് കേട്ടോ. അറിഞ്ഞ പാടെ തന്നെ രമ്യ വേഗം പോയി ചക്രേനെയും കൂട്ടി ക്യൂവിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും സൗജന്യ ഭക്ഷണമാണല്ലോ, അന്നദാനാണെന്നുള്ള ആ മഹനീയമായ കാഴ്ചപ്പാടിൽ തന്നെ ഞങ്ങളും ക്യൂവിലേക്ക് നിന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ക്യൂവിൽ നിന്ന സമയത്താണ് അവിടുത്തെ ഒരു ദേവസ്വം ജീവനക്കാരൻ വന്നിട്ട് കുട്ടീനെ എടുത്ത് നിൽക്കുന്നവർക്ക് മുന്നോട്ട് പോകാം, ഡയറക്റ്റ് പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറയുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി ചക്കര എന്നെയും വിളിച്ചിട്ട് ഓടി. രമ്യ അതിൻ്റെ മുമ്പ് തന്നെ വേഗം താഴേക്ക് പോയിട്ടോ. ലച്ചുനെ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ അടുത്ത സൗഭാഗ്യം കൂടിയാണത്. എന്തായാലും അവിടെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ആ ക്യൂവിൽ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പക്ഷേ 1-2 മണിക്കൂർ ക്യൂവിൽ നിൽക്കേണ്ടി വന്നേനെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. രാവിലെ ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട് ടൈം. ഞങ്ങൾ അതിരാവിലെ വന്നതുകൊണ്ട് ചെറിയ ഭക്ഷണം മാത്രമാണ് കഴിച്ചത്. മുമ്പത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം ഒന്ന് വിശന്നിട്ടുണ്ട്. നല്ല ചൂടുള്ള ഉപ്പുമാവും ചുക്ക് കാപ്പിയാണ് കേട്ടോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഞങ്ങൾ അവിടുത്തെ അന്നദാന സ്ഥലത്ത് പോയിരുന്ന് ശാന്തമായിട്ട് കഴിച്ചു കേട്ടോ. അതിനിടയിൽ ലച്ചുവിനെ കളിപ്പിക്കാൻ അവിടെ ഒരു അമ്മ ലച്ചുവിനെ കളിപ്പിച്ചും കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ലച്ചു പിന്നെ ഇങ്ങനെയാണ്, ആരെയും പെട്ടെന്ന് കയ്യിലെടുക്കുന്ന ഒരു പ്രകൃതമാണ്. ലച്ചുവിന് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ലച്ചു ഈ അമ്മനെ നോക്കി അമ്മ ലച്ചുവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവരും ഉണ്ടായിരുന്നത് കേട്ടോ ഞങ്ങളെ കണ്ടപ്പോൾ. പിന്നീട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ വേഗം തന്നെ ലച്ചുവിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. രമ്യനെയും ചക്രേനെയും നോക്കി നിൽക്കുകയാണ്. അപ്പം അവിടെയും ഇതേപോലെ തന്നെ ലച്ചുവിനെ ചുറ്റിനും ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. ലച്ചു എല്ലാവരോടും ചിരിച്ചും ടാറ്റയൊക്കെ കൊടുത്തുകൊണ്ടായിരിക്കും ഏത് സമയവും. എന്നാൽ അവരും പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ കിഴക്കേ നടവഴി തന്നെ തിരിച്ചിറങ്ങുക കേട്ടോ. അത്യാവശ്യം നല്ല തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നതുകൊണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടികൾ നോക്കുകയാണ്. ഈ വഴി കൂടി കേട്ടോ. ക്ഷേത്രത്തിൽ ഇതിലും വലിയ തിരക്കുകൾ അനുഭവപ്പെടുമ്പോൾ ഇതിലൂടെയാണ് നമ്മൾ കയറിയ സ്ഥലവും ഇതിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ആ പോകുന്ന പോക്കിലാണ് എൻ്റെ കണ്ണിൽ ഒരു കാഴ്ച കാണുന്നത്. ഇവിടെ പഴയ ഒരു ഇല്ലം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ കണ്ടത്. അപ്പോൾ ഈ ഇല്ലെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമുണ്ട്. പണ്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഇല്ലൊന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിവിടെ തൊട്ടടുത്ത കടക്കാരോടൊക്കെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ആദ്യം ഉണ്ടായ ആൾക്കാരാണ്, അവരെ സ്ഥലങ്ങളാണ് ഇതിന് ചുറ്റുപാടുള്ളതെന്ന്. ഇവർക്കിവിടെ ലോഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബിൽഡിങ്ങൊക്കെ അവരുടെ ആണെന്നാണ് ഈ കച്ചവടക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഈ നടവഴിയൊക്കെ ഇവരാണ് കിഴക്കേ നടവഴിയൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും വീഡിയോയിലുണ്ട്. ഈ എഴുതിയതിൽ ഫുള്ള് നിങ്ങൾക്ക് വായിക്കാവുന്നതുള്ളൂ. ഞാനിത് പറയുന്നില്ല അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും. എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാനങ്ങനെ അവിടുത്തെ ഒരു മോളെ മീൻസ് ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ അധികാരിനെ കണ്ടിട്ട് ഈ ഇല്ലത്തിലേക്കൊന്ന് പോട്ടെ, ഞങ്ങൾക്ക് ഇങ്ങനെ വ്ളോഗ് ചെയ്യാനാന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങളെ അതിന് കടത്തി വിട്ടു. മനസ്സോടെ കേട്ടോ അവർ വിട്ടത്. ഞങ്ങൾ ചോദിക്കും വ്ളോഗ് ചെയ്യാനാന്ന് പറഞ്ഞപ്പോഴാണ് അവർ വിട്ടത്. നമ്മൾ ഈ ഇവിടെ വന്ന് കഴിയുമ്പോൾ ചുറ്റിനും കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. എന്നാലും ആൾക്കാരത് ഇവിടെ ഉണ്ട്. ഇത്രയും പരിചരിക്കാൻ ഇവർക്ക് ഇപ്പോഴത്തെ അസൗകര്യത്തിലൊക്കെ ആവുന്നില്ല തോന്നുന്നു. ഇവരൊക്കെ തിരക്കുള്ള ആൾക്കാരാണ്. ഈ അമ്പലത്തിലെ ദേവസ്വം ജീവനക്കാരൊക്കെ ആയിട്ടാണ് തോന്നുന്നുള്ളത്. ഇതാണ് കാണാൻ നല്ല രസമാണ്. ഇവിടെ ഷൂട്ട് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ്. ഞങ്ങളിതിവിടെ നിന്നിട്ട് ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്രേതത്തിൻ്റെ ഒരു കഥാപാത്രമൊക്കെ ആയിട്ട് ചക്കര നിൽക്കുന്ന ഷോർട്ട് വീഡിയോ നമ്മളുടെ
യൂട്യൂബ് ഷോർട്സിലുണ്ട്. ഇത് അത്യാവശ്യം റീച്ചും കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിയുമ്പോൾ വവ്വാലൊക്കെ ഇങ്ങനെ കാഷ്ടിച്ചിട്ടതൊക്കെ ഉണ്ട്. അതുകൊണ്ട് രമ്യൊന്നും അങ്ങോട്ട് കയറിയിട്ടില്ല, പേടിച്ചിട്ട് കേട്ടോ. ഇവിടെ താമസക്കാരൊക്കെ ഇങ്ങനെ താമസമല്ല, പക്ഷേ ആൾക്കാർ വന്ന് നോക്കിയൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ പണ്ട് ഇവരുടെ കുടുംബക്കാരെയൊക്കെ കേട്ടോ. ഇത് കണ്ടോ വാതിലുകളിലൊക്കെ ഇത് അവസ്ഥകളൊക്കെ കണ്ടില്ല, നമുക്ക് ഭയങ്കര ഗംഭീരമായിട്ടാണ് ഇത്. ഈ ഒരു സംഭവം ഞാൻ ബ്രഹ്മയുഗത്തിലും കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് എനിക്കറിയില്ല. അത് അറിയുന്നവരാരെങ്കിലും എൻ്റെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇത് കണ്ടോ വാതിലുകളൊക്കെ മരം കൊണ്ട് പണിത്, വളരെ നേരിട്ട് കാണണം, എന്നാലാണ്. ഇപ്പോൾ വീഡിയോയിൽ ലൈറ്റിൻ്റെ പരിമിതിയൊക്കെ ഇതിൽ അനുഭവപ്പെടുന്നുണ്ട്. വളരെ രസകരമായൊരു ആശാരിപ്പണിയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നീട് ഈ വീടിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഓടിച്ചിട്ട് കാണിക്കുക. അപ്പോൾ തന്നെ അവർ വന്ന് ഇത് നങ്ങേലി അമ്മ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇവരാണ് ശരിക്കും പറഞ്ഞാൽ കിഴക്കേനടയിലേക്കുള്ള വഴി കൊടുത്തത് കേട്ടോ. ഇവിടെയും വാതിലുകളും ആശാരിപ്പണിയൊക്കെ ഗംഭീരം തന്നെയാണ്. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ആൾക്കാർ വന്നിട്ട് മതി മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. നമ്മളവർക്കൊരു ശരിക്കും പറഞ്ഞൊരു അസൗകര്യം മാതിരിയാണ്. പക്ഷേ അവരുടെ മോളോട് ഞാൻ പറഞ്ഞിട്ടാണ് അനുവാദം വാങ്ങിയതാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ നിർത്തി. പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ തേങ്ങയുടെ തൊണ്ടൊക്കെ പൂട്ടിയിട്ടുണ്ട്, അഴജന്തുക്കൾ ഉണ്ടാകും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ എന്താ ഭാഗ്യം, അവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. വീഡിയോ ഇതുകൊണ്ടൊക്കെ തന്നെ ഇതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ കുറച്ച് ലെങ്തായി പോകുന്നുണ്ട്, അതെനിക്കറിയാം. പക്ഷേ വേറൊരു വഴി എനിക്കതിലില്ല. തിരുനെല്ലിയിലൊക്കെ പണ്ട് പോയിട്ട് ഇപ്പോൾ പോകാൻ പറ്റാത്തവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര അവർക്കൊരു അനുഭവം ഉണ്ടാകും. പിന്നെ ഞങ്ങൾ മുളയരി പായസം, ഇദ്ദേഹത്തിന് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടോ ഈ ഒരു യൂട്യൂബറാണ്. ഞങ്ങൾ യൂട്യൂബ് ചെയ്യുന്നത് മൂപ്പർക്കും അറിയായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ കമ്പനിയൊക്കെ ആയിട്ട് മോൾക്ക് പായസമൊക്കെ വാങ്ങിക്കൊടുത്തു. ഭയങ്കര തിരക്ക് കേട്ടോ അയാൾക്കും അവിടെ പായസമൊക്കെ കൊടുക്കുന്നത്. സുഭാഷിന് നല്ല തിരക്കുണ്ട്, എപ്പോഴും ഫുൾ ടൈം തിരക്കാണെന്നാണ് പറയുന്നത്. മൂപ്പരുടെ വീഡിയോ നെട്ര ഗ്രാമവും കാര്യങ്ങളെല്ലാം മൂപ്പര് അദ്ദേഹത്തിൻ്റെ വീഡിയോയിലും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ പായസമൊക്കെ വാങ്ങി കുടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ കൂടെ ഒരു വീഡിയോ ഒക്കെ മൂപ്പര്, ഞങ്ങളുടെ കൂടെയല്ല ഞങ്ങൾ മൂപ്പരുടെ കൂടെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് ചുറ്റിന് എപ്പോഴും ഇങ്ങനെ സെൽഫി എടുക്കാനും കാര്യങ്ങൾക്കും ആയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു യൂട്യൂബറിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻസ്ഡ് കേട്ടോ. ഞങ്ങളും പുറത്തൊക്കെ പോകുമ്പോൾ ചിലവർക്കൊക്കെ ഞങ്ങളെയും തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ കാറിൻ്റെ സൈഡ് മിററിൽ നിന്നിട്ട് കിട്ടുന്നൊരു വ്യൂ ആണ്, വളരെ മനോഹരമാണ്. ഞങ്ങളും അങ്ങനെ നെട്ടറയിലേക്ക് പ്രവേശിക്കുക കേട്ടോ. പറഞ്ഞറിയിക്കാൻ കഴിയില്ല നെട്ടറയുടെ ഒരു മനോഹരമായ ദൃശ്യം കാര്യങ്ങളൊക്കെ. നെട്ടറയിലേക്കൊന്ന് ഒരിക്കൽ നിങ്ങൾ യാത്ര ചെയ്ത് നോക്കും, മനോഹരമാണ്. എവിടെ നിന്നൊക്കെയോ ടൂറിസ്റ്റുകൾ വന്നിട്ട് നെട്ടറയിൽ നിൽക്കുന്നുണ്ട്. ശരിക്കും എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് യു.എസിലല്ല UK-യിലുണ്ട്. അദ്ദേഹം എന്നെ ഡയറക്റ്റ് വിളിക്കുകയും വിനീഷ പിന്നെ നീ അത് വിട്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ചില സ്ഥലങ്ങളുടെ മാതിരി ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവിടുത്തെയും കുറച്ച് പോസ്റ്റുകളൊക്കെ എനിക്ക് വിട്ടു തന്നു. ഏകദേശം അതേ ഒരു കാലാവസ്ഥയാണ് കേട്ടോ നെട്ടറയിലും ഉള്ളത്. വളരെ തിരക്കാണ്. ഞങ്ങൾ ചെന്നപ്പോഴും നെട്ടറയിൽ വളരെ തിരക്കാണ്. പശ്ചിമഘട്ട മലനിരകളുടെ അടിവാരമാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ നെട്ടറ എന്ന് പറയുന്നത്. ഞങ്ങളും കുറേ കിലോമീറ്ററുകളോളം അപ്പുറം പോയിട്ട് ഞങ്ങളുടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തു. ജസ്റ്റ് അവിടെയാണ് ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഇത് കണ്ടോ, ഞാൻ ക്യാമറ ഒന്ന് ജസ്റ്റ് കറക്കി കാണിക്കുന്നതാണ് കേട്ടോ. ഇത്രയും വണ്ടികൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ എത്രമാത്രം തിരക്കുകൾ വന്നിട്ടുണ്ടെന്ന്. ടൂറിസ്റ്റുകളുടെ ഒരു കളി തന്നെയാണ് നെട്ടറയിൽ. ചിലപ്പോൾ ഈ ഗ്രാമവാസികൾക്ക് ഇത് ഇഷ്ടപ്പെടില്ല എന്നൊന്നും അറിയില്ല. ഇവിടെ റൈഡേഴ്സുകൾ വന്നിട്ടുണ്ട്, പല രീതിയിലുള്ള ബൈക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊരു 1/2 കിലോമീറ്റർ അകലെയാണ് ഇവരുടെ ഒരു റൈഡേഴ്സിൻ്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ തിരുനെല്ലി അമ്പലം കേട്ടോ. ഞാൻ ദൂരെ നിന്ന് കാണിച്ചില്ലേ, ആ ഒരു ബിൽഡിങ്ങാണ് കേട്ടോ. അത് ഞാൻ അധികം സൂം ചെയ്ത് അങ്ങനെ കാണിക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പം തന്നെ ഞാൻ വൈഡ് ചെയ്തു പോയിരുന്നു. ഈ പ്രകൃതി എനിക്ക് അത്ര ഇഷ്ടമായി പോയി. വളരെ മനോഹരമായൊരു കാലാവസ്ഥ കേട്ടോ. ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ്
ഉപ്പിലിട്ടത് വാങ്ങുകയും തിന്നുമ്പോൾ ഞാൻ ചീത്ത പറഞ്ഞാലോ എന്ന് ഓർത്തിട്ടാണ് രമ്യേൻ്റെ മുഖമൊക്കെ ഇതിലൊന്ന് നൈസായിട്ട് മാറുന്നുണ്ട്. പക്ഷെ ഇവർ രമ്യ മോളേക്ക് എടുത്തിട്ട് കൈക്ക് വേദനയെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ രമ്യൊന്നും ഇങ്ങോട്ടേക്ക് നെട്രയിലെ പുഴ കാണാൻ വന്നിട്ടില്ല, ചക്കരയും വന്നിട്ടില്ല കേട്ടോ. ഞാൻ എന്തായാലും ആ പുഴയിലേക്ക് പോയി. എനിക്ക് പൊതുവേ വെള്ളം പേടിയാണ്, പക്ഷെ നെട്ര കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ രസം തോന്നി കേട്ടോ. നമ്മുടെ കാൽമുട്ട് വരെ അവിടെ വെള്ളം ഉണ്ടായിട്ടുള്ളൂ. വർഷക്കാലത്ത് ഗംഭീരമായിട്ട് കുത്തി ഒഴുകുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. എനിക്ക് സത്യത്തിൽ ഇവിടുന്ന് പോരാൻ തോന്നിയിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് ഭയങ്കര ജഗവകയൊക്കെ, കണ്ണാടി പോലെയാണ് ഇവിടുത്തെ വെള്ളം ഉള്ളത് കേട്ടോ. വളരെ മനോഹരമായിട്ട് നല്ല തണുത്ത വെള്ളം, പാപനാശിനിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ആകാം ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ക്ലിയറായിട്ട് അറിയില്ല. എന്തായാലും ആ നദി തന്നെയാണ് താഴോട്ട് ഒഴുകി വരാൻ സാധ്യതയുള്ളത്. ഇതുണ്ട്, ഈ പ്രകൃതിയെല്ലാം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ UK അതേ അവസ്ഥ തന്നെയാണെന്നാണ് എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത്. എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ട് അയാൾ പറഞ്ഞത് കേട്ടോ. ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് ഇവിടെ ഈ പ്രദേശങ്ങളിലേക്ക് വന്ന് മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിച്ചു. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ശരിക്കും രമ്യയും മോളും കൂടി വന്നാൽ ഞാൻ ഒന്നുകൂടെ ഹാപ്പി ആയേനെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ. ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ പേടിയില്ലാതെ ഇറങ്ങുന്നത് ഇത് ഒരുപക്ഷെ ഇങ്ങനെ ആദ്യമായിട്ടൊക്കെ ആയിരിക്കാം. വളരെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം കേട്ടോ. ഇവിടെ ഫുട്ബോളൊക്കെ കളിച്ചിട്ട് അവർ വേർക്കാൻ സാധ്യതയില്ല. അത്രയും മനോഹരമായ കാറ്റ് ഇവിടെ നമുക്ക് എപ്പോഴും ഇവിടെ അനുഭവപ്പെടും. വളരെ പോസിറ്റീവാണ്. നമുക്ക് വളരെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് നഗരങ്ങളിൽ നിന്നൊക്കെ ഓടി വരുന്ന ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. കർണാടകക്കാരൊരു കളി തന്നെയാണ് ഇവിടെ. പിന്നെ കാട്ടുപൂക്കളും കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ പ്രദേശം മനോഹരമാണ്. നിങ്ങൾ വയനാട്ടിൽ എപ്പോഴെങ്കിലും വയനാട് സന്ദർശിക്കാൻ വരുമ്പോൾ നെട്ര എന്ന് പറയുന്ന ഗ്രാമം ഒരിക്കലെങ്കിലും സന്ദർശിക്കണം. അത്രയും മനോഹരമാണ്. പക്ഷേ ഇവിടുത്തെ ഗ്രാമവാസികൾക്ക് നിങ്ങൾ ആരും ഒരു ശല്യമാവരുത്. ഇവിടുത്തെ ഗ്രാമവാസികളുടെ മുഖത്ത് അതെപ്പോഴും ഉണ്ട്. കച്ചവടക്കാരുടെ കാര്യത്തിലല്ല, ഗ്രാമവാസികളെ, ഒറിജിനലുള്ള ഗ്രാമവാസികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നീട് ഇത് കണ്ടോ, അത്രയും മനോഹരം. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി കേട്ടോ. അത്രയും മനോഹരമായൊരു എന്താ പറയുക, ഒരു ദൃശ്യമാണ്. നമുക്ക് എവിടെ ഫ്രെയിം വെച്ചാലും, നെട്രയിൽ എവിടെ ഫ്രെയിം വെച്ചാലും മനോഹരമാണ്. മുമ്പ് പറഞ്ഞ പോലെ പശ്ചിമ മലനിരകളുടെ അടിവാരമാണ് ശരിക്കും പറഞ്ഞാൽ നെട്ര കേട്ടോ. എനിക്കിത് നെട്രയിൽ നിന്ന് പോരാനേ തോന്നിയിട്ടില്ല. അത്രയും മനോഹരമാണ് ഇവിടുത്തെ ഒരു ഭൂപ്രദേശം. വർഷക്കാലത്ത് എന്താണ് സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭീകരത ഉണ്ടോയെന്നും പറയാൻ പറ്റില്ല. എന്തായാലും ആ പുഴ നിറഞ്ഞ് കലുഷിതമായിട്ട് ഒഴുകുന്ന ഇവിടെയുള്ളവർ പറഞ്ഞിരുന്നു കേട്ടോ. ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചക്കേൻ്റെ എന്താ പറയുക പൾപ്പ് എടുത്തിട്ട് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വല്ലപ്പോഴൊക്കെ ചക്കപ്പം ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഈ ഇടനയില കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടി നിർത്തി ഇടനയില പൊട്ടിച്ച് വേഗം വണ്ടിയിലേക്ക് പറിച്ച് വെച്ചു കേട്ടോ. പിന്നെയും ഈ നമ്മുടെ പാപനാശിനിയിൽ നിന്നായിരിക്കാം ഈ പുഴ ഒഴുകി വരുന്നത്. ഈ പുഴ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും എനിക്കൊരു ഐതിഹ്യം അറിയില്ല. നിങ്ങളിവിടെയൊക്കെ വന്ന് ഒരിക്കലെങ്കിലും സന്ദർശിച്ചിട്ടുണ്ട് ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർ അതിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടൊക്കെയാണ് ഞങ്ങൾക്ക് പ്രധാനം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദിയുണ്ടേ.